ജില്ലാ സെഷൻസ് കോടതിയുടെ വാദിക്കെ കഴിഞ്ഞ ദിവസം കണ്ടെത്ത ബജരംഗ് ദളിന്റെ പ്രതിഷേധം മാത്രമല്ല, പോലീസിന്റെ വാഹനത്തിൽ നിന്ന് ഈ അനൗൺസ് ചെയ്യുന്ന സ്പീക്കറും ഈ ഫോണൊക്കെ എടുത്തുകൊണ്ട് അനൗൺസ് ചെയ്യാണ് നമ്മുടെ പരിപാടിയൊക്കെ കഴിഞ്ഞ് നമുക്ക് ഇവിടെ നിന്ന് മടങ്ങാന്ന് ഒരു ബജരംഗ് ദളിന്റെ ഒരു നേതാവ്. മുഖ്യമന്ത്രി തന്നെ അതായത് ട്വീറ്റിലൂടെ ഈ ഒരു കള്ളക്കഥകളെ സാധൂകരിക്കുമ്പോൾ ഈ പോലീസിൽ നിന്നും അധികൃതരിൽ നിന്നും അഡ്മിനിസ്ട്രേഷനിൽ നിന്നും അവരെ സപ്പോർട്ട് ചെയ്യുന്ന ബജ്രാളിൽ നിന്നൊക്കെ നമുക്ക് എന്താ പ്രതീക്ഷിക്കുന്നത്? അല്ല, ഇത് നടന്നത് ഈ നമുക്ക് ഈ അനീതി നടന്നിരിക്കുന്ന ആൾക്കൂട്ടത്തിൽ നിന്നല്ല, ഭരണകൂടത്തിൽ നിന്നാണ്. വളരെ വ്യക്തമല്ലേ? അവരുടെ അതിന്റെ പൂർണ്ണമായ സപ്പോർട്ടോടു കൂടിയാണ് ഈ അതിക്രമം നടന്നിരിക്കുന്നത്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഇത് വളരെ ഈ പറഞ്ഞ ഈ കുറ്റവാളികൾക്കെതിരെ എന്ന് പറഞ്ഞാൽ അക്രമം നടത്തിയവർക്കെതിരെ കേസ് എടുത്തേ പറ്റൂ. അതിനുള്ള കേസ് സുമോട്ടോ എടുക്കേണ്ടതാണ് പോലീസിന് മുമ്പിലായതുകൊണ്ട്. ഇനി അതല്ലെങ്കിൽ പരാതി ഇതുമായി ബന്ധപ്പെട്ട് പോകും. മാത്രമല്ല, ഈ ഘട്ടത്തിൽ ഈ ഛത്തീസ്ഗഡിലെ BJP-യെയും അവിടുത്തെ ഗവൺമെന്റിനൊന്നും നന്നാക്കാൻ നമ്മൾ പരിശ്രമിച്ചിട്ട് ഒരു കാര്യമില്ല. നമ്മൾ ഇത് വളരെ വളരെ ഇവിടെ പുറത്തറിയുന്നതിനേക്കാൾ ഭീകരമായിട്ടാണ് പലതും നടക്കുന്നത്. ഞങ്ങൾ ഇന്നലെ ഒരു കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ഇവിടെ പോലീസ് സൂപ്രണ്ടിന്റെ ഉത്തരവിനകത്ത് തന്നെ ചില കാര്യങ്ങൾ വരുന്നു. ഈ മതപരിവർത്തനം ഉൾപ്പെടെ തടയാൻ അവർ മറ്റുള്ളവർക്ക് ഒരു വിജിലൻസ് ഗ്രൂപ്പുകൾ ഉണ്ടാക്കാൻ പറഞ്ഞിരിക്കുകയാണ്. അങ്ങനെ പല കാര്യങ്ങളാണ്. ഇപ്പൊ എല്ലാ വിഷയങ്ങളിലേക്കും നമ്മൾ പോയാൽ ഇന്ന് നേരം പോലെ തോന്നുന്നത് കൊണ്ട് ഇവരൊന്നും നന്നാക്കാൻ നമ്മൾക്കിപ്പോൾ തൽക്കാലം പറ്റുകയില്ല. ഈ കാര്യത്തിനകത്ത് എത്രയും പെട്ടെന്ന് ജാമ്യം കിട്ടട്ടെ, അവരെ സുരക്ഷ ഉറപ്പാക്കണം, FIR പിന്നെ റദ്ദാക്കണം, ആ നടപടിക്രമങ്ങളുണ്ട്. അതാണ് ഇപ്പോൾ ഊന്നൽ കൊടുക്കുന്നത്. മറ്റു കാര്യങ്ങളൊക്കെ നമ്മൾ ചർച്ച ചെയ്യാൻ തീരുമാനിച്ചാൽ നമുക്ക് അവസാനിപ്പിക്കാൻ കഴിയും. കന്യാസ്ത്രീകളും ഇവരുടെ കൂടെ ഉണ്ടായിരുന്ന യുവതികളൊന്നും ഒറ്റപ്പെട്ടു പോവില്ല, അല്ലെങ്കിൽ ഇനി അവർക്ക് ഈ രാജ്യം അവരുടെ കൂടെ ഉണ്ടല്ലോ. രാജ്യം അവരുടെ കൂടെയാണ്. മഹാഭൂരിപക്ഷവും ഈ സംഘപരിവാർ രാഷ്ട്രീയത്തിനെതിരാണ്. ഇന്ത്യക്കാർ ഭൂരിപക്ഷവും ഗവൺമെന്റ് അധികാരത്തിലില്ലെങ്കിലും 70% ഇന്ത്യക്കാർക്കുടെ വികാരമാണ് ഇത് എന്ന് പറയുന്നത്. രാജീവ് ചന്ദ്രശേഖരന് ഇങ്ങോട്ട് വരാൻ പ്രേരകമാകുന്ന ഘടകം എന്താണ്? ഈ രാജ്യത്തുടനീളം ഉയർന്നിരിക്കുന്ന കേരള സമൂഹം ഒരുമിച്ച് ഒരു മനസ്സോടെ ഉയർന്നു വന്നതിന്റെ പശ്ചാത്തലത്തിലാണ്. അതല്ലെങ്കിൽ അവരിങ്ങോട്ട് വരുമോ? അതോടൊപ്പം തന്നെ കന്യാസ്ത്രീകളെ രാഷ്ട്രീയപരമായിട്ട് കന്യാസ്ത്രീ മോചിപ്പിച്ചു, ആ രീതിയിലൊരു നടപടിയുടെ ഭാഗമാണ്. അതായത് ഈ വഞ്ചനയ്ക്കും കാപട്യത്തിനൊക്കെ പുതിയ ഭാഷ്യം ചമയ്ക്കുന്നതാണ്. അതല്ലെങ്കിൽ ഈ ഒരു സംഭവം ഉണ്ടായ ശേഷം ഈ BJP നേതാക്കൾക്ക് ഈ ക്രൈസ്തവ സമൂഹത്തിന്റെ മുമ്പിൽ തലയുയർത്തിക്കാൻ പറ്റുമോ? പക്ഷെ പോയി അരമനെ കയറിയിരിക്കാനുള്ള ഒരു ധാർഷ്ട്യം കാണിച്ചു. എത്രത്തോളം രാഷ്ട്രീയം ഡീജനറേറ്റ് ചെയ്യപ്പെട്ടു എന്നുള്ളതിന്റെ തെളിവല്ലേ ഇത്? മന്ത്രി ശിവൻകുട്ടിയുടെ ഈ സഭാധ്യക്ഷന്മാർക്കെതിരായ ഒരു കുറ്റപ്പെടുത്തൽ, ഒരു വിമർശനം ഈ സഭാധ്യക്ഷന്മാരെ ഒന്ന് ഇരുത്തി ചിന്തിപ്പിച്ചു. കാരണം അതിനുശേഷം അവർ നടത്തിയ പ്രതികരണങ്ങൾ എല്ലാവരും ആ തരത്തിലാണ് സൂചിപ്പിക്കുന്നത്. അല്ല, കുറ്റപ്പെടുത്തലല്ലോ. അദ്ദേഹം സ്വാഭാവികമായിട്ടും ഒരു ആശയവിനിമയമല്ലേ. അതായത് ഈ ഒരു വിഷയത്തില് കേവലപരമായിട്ടുള്ള പ്രതികരണം പോരാ, ശക്തമായിട്ട് പ്രക്ഷോഭം വേണമെന്ന് അദ്ദേഹം പറഞ്ഞു. എന്താ കാരണം എന്ന് വെച്ചാൽ ഇന്ന് ഇന്ത്യ കടന്നു പോകുന്ന ഒരു സാഹചര്യത്തിൽ സ്വാഭാവികമായിട്ടും നമ്മൾ കേവലപരമായിട്ടുള്ള പ്രതികരണങ്ങളിൽ നമ്മുടെ പ്രതിരോധവും പ്രതിഷേധവും ഒതുങ്ങാൻ പാടില്ല എന്നുള്ള ഒരു ജാഗ്രതപ്പെടുത്തലാണ്. ആ ജാഗ്രതപ്പെടുത്തലിനെ മതമേലധ്യക്ഷന്മാർ പൂർണ്ണ മനസ്സോടെ ഉൾക്കൊണ്ടു എന്നുള്ളത് കൊണ്ടല്ലേ, അതായത് കർദിനാൾ ഉൾപ്പെടെയുള്ള ആൾക്കാർ കേരളത്തിന്റെ രാജ്ഭവനിലേക്കാണ് മാർച്ച് ചെയ്തത്. നിങ്ങൾക്ക് സങ്കല്പിക്കാൻ പറ്റുമോ, ചിന്തിക്കാൻ പറ്റുമോ? ഈ ഛത്തീസ്ഗഡിലെ മുഖ്യ പ്രതിപക്ഷം കോൺഗ്രസ് ആണ്. കേരളത്തിൽ വലിയ രീതിയിൽ കോൺഗ്രസ് വലിയ പ്രതിഷേധം നടത്തുമ്പോൾ ഈ ഛത്തീസ്ഗഡിൽ അത് ഉണ്ടാവുന്നില്ല. ഈ ഒരു നിമിഷം അതിനെക്കുറിച്ച് പറയണമെന്നില്ല. പക്ഷെ എങ്കിൽ പോലും ഇപ്പോൾ നടന്നിരിക്കുന്ന ഈ അതിക്രമത്തിന്റെ പശ്ചാത്തലം കൂടി നോക്കണം. അതായത് ഇവിടെ കൊണ്ടുവന്ന ഒരു മതപരിവർത്തന നിരോധന നിയമം, ആ മതപരിവർത്തന നിരോധന നിയമം മധ്യപ്രദേശിന്റെ ആയിരുന്നു, മൂല ജില്ലയുടെ ആയിരുന്നു. 2006 BJP അത് ഭേദഗതി ചെയ്തു. അവർ ചെയ്ത ഭേദഗതിയിലെ വ്യവസ്ഥകൾ അതുപോലെ നിലനിർത്തിക്കൊണ്ടുപോയി. അതായത് കോൺഗ്രസ് ഗവൺമെന്റ്, ബഘേൽ ഗവൺമെന്റ് അതുപോലെ നിലനിർത്തിക്കൊണ്ടുപോയി. മാത്രമല്ല, ഛത്തീസ്ഗഡ് കണ്ട ഏറ്റവും വലിയ ക്രൈസ്തവ വേട്ട എന്ന് പറയുന്നത് 2022-23 നാരായൺപൂരിലാണ്. 100 കണക്കിന് ആദിവാസികളുടെ വീടുകൾ കത്തിച്ചു. വലിയ ആക്രമണം നടന്നു. അവരുടെ ഇടയിൽ ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ മൃതദേഹം മറവ് ചെയ്യാൻ പോലും അനുവാദം ഉണ്ടായില്ല. എന്തിനേറെ ഛത്തീസ്ഗഡിലെ കോൺഗ്രസ്സുകാർക്ക് ഒരു പ്രതികരണം നടത്തിയായിട്ട് ഞങ്ങൾ അറിയില്ല. എന്തോ ഒരു പേരിന് വേണ്ടി എന്തോ ഒരു സംഭവം കാട്ടിക്കൂട്ടി. മുൻ മുഖ്യമന്ത്രിയായിരുന്ന ബഘേല് ജയിലിൽ വന്നിട്ട് ഇറങ്ങിയ ശേഷം അദ്ദേഹം ഒന്ന് പ്രതികരിക്കാൻ പോലും അദ്ദേഹം തയ്യാറായില്ല. നിങ്ങൾ ചോദിക്കണം. അതുകൊണ്ട് അതിനെക്കുറിച്ചൊന്നും നമ്മൾ കൂടുതൽ പറയുന്നില്ല. പക്ഷെ ഇതൊക്കെ എല്ലാവരും ചിന്തിക്കേണ്ട കാര്യമാണ്. ഉത്തരേന്ത്യയിൽ ഈ വലതുപക്ഷ തീവ്ര സംഘടനകൾ വളരുന്നതിന് വളക്കൂറുള്ള മണ്ണ് സൃഷ്ടിച്ചത് ആരുടെയൊക്കെ നിഷ്ക്രിയത്വം കൊണ്ടും നയവൈകല്യം കൊണ്ടുപോകാണെന്നുള്ള കാര്യം പരിശോധിക്കേണ്ട കാര്യമാണ്. അത് ഈ ഒരു ഘട്ടം കഴിഞ്ഞ ശേഷം നമുക്ക് പരിശോധിക്കാം. ഒറ്റ കാര്യം കൂടെ, രാജീവ് ചന്ദ്രശേഖർ വരുമ്പോൾ അദ്ദേഹം ചെയ്യേണ്ട ഒരു കാര്യം, ഇപ്പൊ ഞങ്ങള് കേരളത്തിലുള്ള എല്ലാ MP-മാരും ഈ കാര്യത്തിൽ ഒറ്റക്കെട്ടായി ശബ്ദം ഉയർത്തി. പക്ഷെ BJP-യുടെ ലോക്കൽ MP ആണ് ഇത് മതപരിവർത്തനം തന്നെയാണ്, തട്ടിക്കൊണ്ടുപോലാണ് എന്ന് പറഞ്ഞിട്ട് ലോക്സഭയെ പ്രസംഗിച്ചത്. അദ്ദേഹത്തെ കണ്ടിട്ട് ബോധ്യപ്പെടുത്തട്ടെ.
ആ ആർജവം കാണിച്ചതിന് ശേഷം നോക്കട്ടെ, അദ്ദേഹം പ്രസംഗിച്ചതിന്റെ വീഡിയോ ക്ലിപ്പ് തെളിവാണ്. ലോക്സഭയിലെ BJP MP, കേരളത്തിലെ എല്ലാ MP മാരും, സുരേഷ് ഗോപി ഒഴികെ, ജോർജ് കുര്യൻ ഒഴികെ, ഞങ്ങൾ എല്ലാവരും തന്നെ ഒറ്റക്കെട്ടായി ഈ വിഷയം ഉന്നയിച്ചു. ഇവിടെ വന്നല്ലോ, കേരളത്തിനാണ്. പക്ഷെ ഇവിടുത്തെ ലോക്കൽ MP അവിടെ ഇത് ഉന്നയിച്ചു. അദ്ദേഹം പറഞ്ഞു രാജ്യത്തിന്റെ ആകെ പ്രശ്നമാണ്, പരിവർത്തനാണ് എന്ന് പറഞ്ഞു. എങ്ങനെ പറയാൻ ധൈര്യം വന്നു? എന്നിട്ട് ഈ വിഷയം ഉന്നയിച്ച ആളുകളെ പരിഹസിച്ചു. അയാളെ കണ്ടിത് ബോധ്യപ്പെടുത്താൻ പറ്റട്ടെ രാജീവ് ചന്ദ്രശേഖറിന്. അല്ല രാജീവ് ചന്ദ്രശേഖർ അയാളെയല്ലേ ബോധ്യപ്പെടുത്തേണ്ടത്? ആദ്യം സുരേഷ് ഗോപിയെയും ജോർജ് കുര്യനെയും ബോധ്യപ്പെടുത്തണം, അവരെ ബോധ്യപ്പെടുത്തണം.